ലിവർപൂൾ ആരാധകർക്ക് ആഘോഷരാവുകളാണ്. 1990 ശേഷം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീട നേട്ടം ആഘോഷിക്കാൻ ലിവർപൂൾ ആരാധകർക്ക് കഴിഞ്ഞിരുന്നില്ല. 5 വർഷം മുമ്പ് ജേതാക്കളായെങ്കിലും കോവിഡ് കാലമായതിനാൽ അടച്ചിട്ട സ്റ്റേഡിയത്തിലായിരുന്നു മത്സരങ്ങൾ. അന്ന് തെരുവുകൾ ശൂന്യമായിരുന്നു. ഇക്കുറി നഗരം ചുവപ്പിൽ മുങ്ങി. ടോട്ടനത്തെ 5-1 തകർത്തായിരുന്നു ലിവർപൂളിന്റെ നേട്ടം. 4 മത്സരം ബാക്കിയുണ്ട് ആധികാരിക നേട്ടം. രണ്ടാമതുള്ള ആഴ്സണലിനേക്കാൾ 15 പോയിന്റ് ലീഡ്. പരിശീലകൻ അർനെ സ്ലോട്ടിന്റെ വിജയമാണിത്. ലിവർപൂളിനെ നേട്ടങ്ങളിലേക്ക് നയിച്ച യുർഗൻ ക്ലോപ്പിൽ നിന്ന് സ്ലോട്ട് പരിശീലക സ്ഥാനം ഏറ്റുവാങ്ങുമ്പോൾ നെറ്റിച്ചുളിച്ചവർക്കുള്ള മറുപടി. ക്ലോപ്പിന് കീഴിൽ അവസാന മത്സരം കളിക്കുമ്പോൾ മൈതാനത്ത് മുഴങ്ങിയത് സ്ലോട്ട് വേണ്ട വേണ്ട എന്ന പാട്ടായിരുന്നു. അതേ കാണികളെ കൊണ്ട് ഡച്ചുകാരൻ കൈയടിപ്പിച്ചു. കിരീടം നേടിയ ശേഷം സ്ലോട്ട് നന്ദി പറഞ്ഞത് ക്ലോപ്പിനോടായിരുന്നു. കളത്തിൽ മാത്രമല്ല ക്ലബിന്റെ അന്തരീക്ഷം വരെ ക്ലോപ്പ് മാറ്റി, ബന്ധങ്ങൾ ദൃഢമാക്കി. സ്ലോട്ടിന് ക്ലോപ്പിന്റെ രീതി ആയിരുന്നില്ല, പക്ഷേ കളിക്കാരോടുള്ള ബന്ധം എപ്പോഴും ഊഷ്മളമായിരുന്നു. കൂടുതൽ സമയം പരിശീലനം അതായിരുന്നു ഡച്ചുകാരൻ്റെ നയം. കടിഞ്ഞാൺ ഏറ്റെടുത്ത ആദ്യ സീസണിൽ തന്നെ ലീഗ് ചാമ്പ്യന്മാരാക്കി. സീസൺ തുടങ്ങുമ്പോൾ വലുതായൊന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ക്ലോപ്പ് നൽകിയ സംഘത്തെ ഒന്നുകൂടി മിനുക്കിയെടുക്കുകയായിരുന്നു സ്ലോട്ട്. 34 കളിയിൽ 25-ലും ജയം, 2 തോൽവി മാത്രം. നവംബർ 2 ശേഷം 1-ാം സ്ഥാനം വിട്ടുകൊടുത്തിട്ടില്ല. ഇറ്റലിക്കാരൻ ഫെഡറിക്കോ ഗിയസോ മാത്രമാണ് ഈ സീസണിൽ സ്ലോട്ട് കൊണ്ടുവന്ന കളിക്കാരൻ. ടീമിൽ അവസരം കിട്ടാത്ത മറ്റ് കളിക്കാരെ രാഗിയെടുത്തു. മധ്യനിരയിൽ ഗ്രാവൻബർച്ചിന് കൂടുതൽ അവസരം നൽകി. സല എന്ന ലിവർപൂളിന്റെ എക്കാലത്തെയും മികച്ച താരത്തെ കൃത്യമായി ഉപയോഗിച്ചു. 34 കളിയിൽ 28 ഗോൾ അടിച്ചപ്പോൾ 18 ഈജിപ്തുകാരൻ അവസരമൊരുക്കിയത്. ക്ലബ് വിട്ടേക്കുമെന്ന സന്ദേഹങ്ങൾക്കിടെ കരാർ പുതുക്കിക്കാനും പരിശീലകന് കഴിഞ്ഞു. കോഡി ഗാക്പോ സീസണിൽ 17 ഗോളുകളിൽ പങ്കാളിയായി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.